ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു നൈറ്റ് വ്ലോഗ് കണ്ടാലോ. അപ്പോൾ ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടായില്ല. എന്നാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കിക്കാൻ വിചാരിച്ചു, നൈറ്റ് ഡിന്നർ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിനൊരു സവാളയും തക്കാളിയൊക്കെ വേഗം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് സവാളയും തക്കാളിയൊക്കെ അങ്ങോട്ട് കമത്തി നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. നമ്മൾ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. അതിനായിട്ട് മുട്ട, അതേപോലെ തന്നെ സവാള, പച്ചമുളകൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കലക്കി അടിച്ചിടുക. എനിക്ക് ഇതുപോലെ ഇങ്ങനെ അടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് നമുക്ക് തക്കാളിയും ചെറുതായിട്ട് ഇളക്കി വെക്കുക, അല്ലെങ്കിൽ അടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പണി പാളും ഗൈസ്. തക്കാളി ഫുൾ വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ അതായപ്പോഴത്തേക്ക് ഗ്യാസ് ആണെങ്കിൽ പതുക്കെ ആവുന്നുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് അടുത്ത സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. ഓംലേറ്റ് സെറ്റാക്കിയിട്ട് നമ്മുടെ തക്കാളി ചമ്മന്തി സെറ്റാക്കാൻ വിചാരിച്ചു. ചോറുണ്ടായില്ല, എന്നാൽ പിന്നെ ഹാഫ് കുക്കഡ് ചപ്പാത്തി എടുക്കാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ അത് കഴിക്കാൻ വിചാരിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തി ഏകദേശം ഇവിടെ ആവാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി നല്ലൊരു മാതിരി ഇങ്ങനെ വെന്തോ നോക്കാൻ വേണ്ടി നല്ല രീതിക്ക് അമർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ പച്ചനിരിക്കണം തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായി. ഇവിടെ ഒരു ഗ്യാസ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ ഗൈസ്. അപ്പോഴത്തേനും ഞാൻ വേഗം ഓംലേറ്റ് പിരിച്ചിട്ട് തക്കാളി ചമ്മന്തി ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫുഡ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ആയിട്ടല്ല ഗൈസ് ഞാൻ ചെയ്യുന്നത്. അവിടെ ഇടുന്നൊക്കെ വാരി വലിച്ച് ഞാൻ ചെയ്യും. അങ്ങനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു മുട്ടയുടെ ഒരു സംഭവം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓംലേറ്റ് പെട്ടെന്നായി കിട്ടും കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഓംലേറ്റ് ഇത്തിരിയായിട്ട് കഴിച്ചിട്ട് നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി എടുക്കുന്നത് തരണം. എനിക്ക് കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുരുമുളക് പൊടിയുടെ ഒരു ബിഗ് ഫാനാണ് കേട്ടോ ഗൈസ്. എനിക്ക് എത്ര കുരുമുളക് പൊടി ഇട്ടാലും മതിയാവില്ലേ. എനിക്ക് എത്ര ഇഷ്ടമാണ്. എനിക്ക് കുരുമുളക് പൊടി വെറുതെ തിന്നാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് കുരുമുളക് പൊടി ഫാനാറിനോട് ഞാൻ കുറച്ച് അധികം ഇടും കേട്ടോ. ഞാനാണ് ഈ വീട്ടിൽ കുരുമുളക് പൊടി തീർക്കുന്ന ആൾ ഞാനാണ് ഗൈസ്. അങ്ങനെ പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇനി ഒരു സൈഡിൽ കൂടെ ഇത് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് പാത്രം കഴുകാം. ഗ്യാസ് ഭയങ്കര സ്ലോ ആണ്. അപ്പോഴത്തേനും നമുക്ക് പാത്രം ഒന്ന് കഴുകാം. ഇനി ചട്ടിയും സ്പൂണും മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന കുറച്ച് സർക്കിളായി വരുന്നതാണ്. എന്ന് ഞാൻ വീടെടുക്കുന്നു അന്ന് ഈ സംഭവം കോളാവുട്ടോ ഗൈസ്. അതെപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ചട്ടിയൊക്കെ വേഗം കഴുകി നമ്മൾ ഓംലേറ്റ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇനി ആ പാത്രം കൂടി കഴുകാനും ഇട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് തക്കാളി ചമ്മന്തി സെറ്റായി നോക്കാം. തക്കാളി ചമ്മന്തി നമ്മൾ തിരിച്ച് ആ ഗ്യാസിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. ഇത് നല്ല രീതിക്കൊന്ന് ചമ്മന്തി ആക്കി കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് എത്രത്തോളം ഉടക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നല്ല രീതിക്കൊന്ന് ഉടച്ച് കൊടുക്കാം. എനിക്കിങ്ങനെ ഉടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. എനിക്കിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോഴാണ് നമ്മുടെ തക്കാളി ചമ്മന്തിയുടെ ആ ഒരു ഫീല് കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തക്കാളി ചമ്മന്തി ഒന്ന് വറ്റി ചെറുതായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെയൊക്കെ ഓർഡർ തെറ്റിയ സംഭവമാണ്. ഓർഡർ തെറ്റിയിട്ടാണ് ഞാനത് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്നത്. അതെപ്പോഴും അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് ഉപ്പിട്ട് നല്ല രീതിക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എരിവ് വേണം ഗൈസ്. അങ്ങനെ അതൊന്നും ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ചെറുതായിട്ട് കുറവാണോ എന്നൊരു തോന്നല്. എന്നാൽ പിന്നെ കുറച്ചും കൂടി മുളക് പൊടി വാരിയിട്ടു ഗൈസ്. എനിക്ക് മുളക് പൊടി കളറില്ലെങ്കിൽ എനിക്ക് തിന്നാൻ ഡ്രസ്സ് ഉണ്ടാവില്ല ഗൈസ്. അങ്ങനെ മുളക് പൊടിയൊക്കെ കുറേയും വാരിയിട്ട് എരിയുമെന്ന് എനിക്ക് നല്ല രീതിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി വാരിയിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടി ഉപ്പുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് വാരിയിട്ടെടുത്തു. അപ്പോൾ നമ്മൾ ഓംലേറ്റ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല രീതിക്കൊന്ന് ഇങ്ങനെ ചൂടായി നല്ല എന്താ പറയുക വറ്റി വരണം ഗൈസ്. ഇത് എൻ്റെ ഓൺ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ ഈ ഒരു തക്കാളി ചമ്മന്തി അടുത്ത അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം ഗൈസ്. ആകെ ഇവിടെ ഒരടപ്പ് മാത്രമേ കത്തുള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു അടപ്പിൽ നിന്ന് തന്നെ ചപ്പാത്തി ഹാഫ് കൂട് ചപ്പാത്തിയാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ പാക്കറ്റിൽ നിന്ന് ഓരോന്നായിട്ടെടുത്ത് പാൻ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി ചുടലാണ് ഏറ്റവും വലിയ പണി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ ആവുള്ളൂ. എന്നാൽ പിന്നെ ഒരു ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീയാവാൻ ഭയങ്കര
പതുക്കുകയാണ്. എന്നിട്ട് ഞാൻ കൈയൊക്കെ കുറച്ച് നേരം പാനുമൊക്കെ വെച്ച് നോക്കി, അപ്പോഴും ഒരു ചൂടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ നേരം കൈ വെച്ച്, എനിക്ക് ചൂട് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ ഞാനിപ്പോൾ 3 ചപ്പാത്തി ഒരുമിച്ച് വെച്ചു. എനിക്ക് വേണ്ട 3 ചപ്പാത്തി ഞാൻ ഒരുമിച്ച് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് ആയി കിട്ടുമോ നോക്കാൻ. പക്ഷെ അത് 8ൻ്റെ ഒരു പണിയായിരുന്നു ഗൈസ്. ഓരോന്ന് അടിയിലത്തെ വേകുമ്പോൾ നമ്മളറിയില്ല മുകളിലത്തെ വെന്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കിട്ട് എങ്ങനെയൊക്കെ ഒന്ന് ചപ്പാത്തി വേഗം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഗൈസ്. അങ്ങനെ ഓരോന്നായിട്ട് അടിയിന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അതിൻ്റെ എന്താ പറയുക സൈഡൊക്കെ കീറി വരുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നും നോക്കാൻ നിന്നില്ല. എനിക്ക് വിശന്നിട്ട് കണ്ണ് കണ്ടായില്ല ഗൈസ്. അങ്ങനെ ഞാനത് എങ്ങനെയൊക്കെ ഒരുവിധം റെഡി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ലൈക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ആക്കണം. അപ്പോൾ നമ്മൾ ഒരുവിധം സെറ്റായി ചപ്പാത്തി അടിയിന്നായിട്ട് ഓരോന്നെടുത്തിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കാണെങ്കിൽ ചപ്പാത്തി ഇഷ്ടമാണ്, പക്ഷെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. അപ്പോഴത്തേനും ഒരു ചപ്പാത്തി കീറി ഗൈസ്. പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ ഒരുവിധം ചപ്പാത്തി റെഡിയാവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഇതാണെങ്കിൽ ഗ്യാസാണെങ്കിൽ ഒന്നിനും കൊള്ളൂരാത്ത ഗ്യാസാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഞാൻ ഒരുവിധം സെറ്റാക്കി എടുത്തു ഗൈസ്. അങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ 3 ചപ്പാത്തി കൂടി വെച്ച് നല്ല രീതിക്കൊന്ന് കഴിച്ചു കൊടുക്കാം ഗൈസ്. കഴിച്ച് കുറച്ച് നേരം ഫോണിൽ കളിച്ച് നോക്കിയപ്പോൾ ടൈം നോക്കിയപ്പോൾ 11 മണി ആയപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എന്താ പറയുക ഓർണമെൻറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ടായി. അതൊക്കെ ഒന്ന് വേഗം ഒതുക്കിയെടുത്തു. പിന്നെ ഷവർമ്മ ഉണ്ടെന്ന് ഗൈസ് വാപ്പ. പിന്നെ അത് കഴിച്ചു. പിന്നെ കിടന്ന് ഒരു 12:30 ആയപ്പോൾ തന്നെ ഞാൻ കിടന്നുറങ്ങി. കളിച്ച് നല്ല ഉറക്കം വരുന്നതായി. നാളെ സ്കൂളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ, സീ യു ഗൈസ്.